വന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർത്തിക്കിന്റെ ഏജും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് അതിലങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. കൂടുതൽ എവിഡന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാർത്തിക്കിലാണ് കണ്ടതും തോന്നുന്നു. വരുന്ന സമയത്ത് നമ്മളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആള് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു ദേഹം തന്നെ അങ്ങനെ വേർതിരിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു. എല്ലാ കൈയും കാലും എല്ലാം മടക്കി ഒരു ഇത്ര വലിയൊരാളാണെന്ന് തന്നെ നമുക്ക് അന്ന് കാണുമ്പോൾ തോന്നില്ല. മുമ്പ് എങ്ങനെയായിരുന്നു കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പൊ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഭാഗമായി എന്നുള്ളത് മാത്രമേ ഇതുള്ളൂ. അപ്പൊ ഇവിടെ തീർക്കാണ്, ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തീർക്കാണ്. അപ്പൊ ഒരു മിഷൻ അക്കംപ്ലിഷ് ആയപ്പോഴുള്ള ഒരു ഫീൽഡ് നിൽക്കണം. ഇപ്പൊ ആദ്യത്തെ വെള്ളം ഒഴിക്കലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആള് ഇരുത്തി കഴിഞ്ഞാൽ ആള് അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം. ഒരു ഭാരം തന്നെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം എല്ലാ ടീമും ഇവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവര് സ്വന്തം മക്കളോടുള്ള പോലെ വാത്സല്യത്തോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പം ഗീത ചേച്ചി നേരത്തെ പറഞ്ഞു ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. അവർക്ക് എല്ലാ ടേസ്റ്റും അറിയാം, അവർക്ക് എല്ലാ സമയവും അറിയാം, അവർക്ക് വരുന്ന ആൾക്കാരെ അറിയാം. അവരൊരു മനുഷ്യക്കുട്ടിയാണ്, അതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇപ്പോഴും നമ്മൾ കാണുന്ന ഇങ്ങനെ ചിരിച്ചോണ്ടുള്ള ഒരു മുഖമായിരുന്നു. അതിന്റെ ഉള്ളിൽ ചിരിയാണോ കരച്ചിലാണോ ദേഷ്യമാണോ ഒന്നും നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒറ്റ ഇമോഷൻസ് അത്ര വ്യക്തമായിട്ട് കാണുമായിരുന്നില്ല. അപ്പൊ ഇപ്പൊ വിശന്നു കഴിഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാതെ ആൾക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയ മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആള് കുറച്ചും കൂടി പരിസരവുമായിട്ട് ഇടപഴകാൻ തുടങ്ങി. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പുറത്തേക്കൊക്കെ ഇറക്കി നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. അപ്പം ഒരു റൂമിലെ ചുമരിനേക്കാളും ആള് ഒന്ന് മനുഷ്യന്മാരോട് കുറച്ചും കൂടി ഇടപഴകാനൊക്കെ തുടങ്ങുകയും അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും കൂടി ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പുറത്തു പോകണം, ഇപ്പൊ അതാണ് റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കരച്ചിലാണ്. പുറത്തിറങ്ങിയ ഒരു കുഴപ്പമില്ല. അങ്ങനെ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആദ്യം കാർത്തിക്കിന്റെ മാറ്റത്തിൽ നിന്ന് തുടരാം. ഡോക്ടർ, എങ്ങനെയുണ്ട് കാർത്തിക്കിന്റെ മാറ്റങ്ങൾ? എനിക്ക് തോന്നുന്നു അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് കാർത്തിക്കിന്റെ ഏജും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മള് ഒരുപാട് അതിലങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കൂടുതൽ എവിഡന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാർത്തിക്കിലാണ് കണ്ടതും തോന്നുന്നു. വരുന്ന സമയത്ത് നമ്മളെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആള് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു ദേഹം തന്നെ അങ്ങനെ വേർതിരിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു. എല്ലാ കൈയും കാലും എല്ലാം മടക്കി ഒരു ഇത്ര വലിയൊരാളാണെന്ന് തന്നെ നമുക്ക് അന്ന് കാണുമ്പോൾ തോന്നില്ല. അതെ, അത്രയും ഒരു ഗർഭാശയത്തിൽ കുട്ടി കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ അയാളുടെ നട്ടെല്ലൊക്കെ ഒരു സൈഡ് വശത്തേക്ക് അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഒരു 23 വയസ്സുകാരന്റെ മുഖം അഴിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് വേർതിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ കൈകളെല്ലാം വളരെ ഡിഫോംഡ് ആയിട്ടൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അതെ, അപ്പോ പ്രത്യേകിച്ച് ഒന്നിലും താല്പര്യമില്ലാതെ ചുമരെ മാത്രം ശ്രദ്ധിച്ച് കിടക്കുന്ന ഒരാളായിട്ടായിരുന്നു കാർത്തിക്കിനെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ വായുന്നൊക്കെ നല്ലപോലെ ഡ്രൂളിംഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ദേഹത്ത് മൊത്തത്തിലൊരു വിറയൽ, ഇൻവോളണ്ടറി ആയിട്ട്, അതായത് അറിയാതെയുള്ള രീതിയിലുള്ള വിറയൽ, അങ്ങനെ ഉള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ ആയിരുന്നു വരുമ്പോ ഉണ്ടായിരുന്നത്. ചികിത്സ തുടങ്ങി കുറച്ചു നാൾക്കുള്ളിൽ തന്നെ കാർത്തിക്കിൻ്റെതില് നല്ല രീതിയിലുള്ള പ്രകടമായ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ആള് വളരെ ഫ്ലെക്സ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ മടക്കി വെച്ചിരുന്ന കൈയും കാലും ഒക്കെ കുറച്ചും കൂടിയൊക്കെ നിവർത്താൻ തുടങ്ങി. കൈകൾ നിവർത്തി നമ്മള് ധാരാപോട്ടൊക്കെ തട്ടുന്ന അത് അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഇപ്പൊ ഉറക്കത്തിന്റെ ഇടയ്ക്കും ഒക്കെ കൈയൊക്കെ ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ച് കിടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ കാർത്തിക്കിനും ഒരു വീൽ ചെയർ സ്പോൺസർ ചെയ്തു. അതേപോലെ ബ്രാഹ്മിക്ക് ഒരു വാക്കിംഗ് റോട്ടറും സ്പോൺസർ ചെയ്തിരുന്നു. അപ്പം വീൽ ചെയറിലൊക്കെ ഇരുത്തുമ്പോഴത്തേക്ക് ആള് കുറെയൊക്കെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ കാലൊക്കെ നീട്ടി വെക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഒന്നും കൂടിയൊക്കെ പോസ്ചറൊക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കൂടുതലായിട്ടും എവിഡന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക. ബ്രാഹ്മി ഒന്ന് നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ശരീരം തന്നെ ആള് വളച്ച് നോക്കുന്ന എല്ലാവരും അത് വളരെ, അമ്മയാണെങ്കിലും ഒപ്പമുള്ളവരാണെങ്കിലും ഒക്കെ അത് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ നല്ലപോലെ ആളുടെ എന്താ പറയാ ഒരു സന്തോഷമാണെങ്കിലും എല്ലാം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു.
മറ്റേത് ഒരു ചുമര് മാത്രം നോക്കി, ഇപ്പൊ കാഴ്ചയാണെങ്കിലും കുറച്ചും കൂടിയൊക്കെ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. നമ്മള് വിളിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ വരുന്ന സമയത്ത് ആൾക്ക് മോഷൻ ബവൽ മൂവ്മെന്റ്സ് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 5-6 ദിവസം കൂടുമ്പോഴൊരിക്കലൊക്കെ ആയിരുന്നു. പിന്നെ ചികിത്സയുടെ ഭാഗമായി മരുന്നുകളും ചികിത്സകളൊക്കെ ചെയ്തതിൻ്റെതായിരിക്കാം ഒരു ദിവസത്തിൽ 2-3 തവണയൊക്കെ ശോധന കിട്ടി തുടങ്ങി. അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആയുർവേദത്തിന്റെ സിദ്ധാന്ത പ്രകാരമാണെങ്കിൽ കുറെ കൂടിയൊക്കെ സന്ധികൾക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയി തുടങ്ങി. അതാണ് അതിൽ എവിഡന്റ് ആയിട്ട്. പിന്നെ വായ എന്നുള്ള വെള്ളം ഒലിക്കൽ നിന്നു. ജോ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി, അതായത് ഒന്ന് നമുക്ക് ആള് വായ തുറന്നൊക്കെ കാണാൻ തുടങ്ങി. അപ്പം കുറച്ചും കൂടി അതൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കാർത്തിക്കിന്റെ കണ്ട ഫസ്റ്റ് മാറ്റം എന്തായിരുന്നു? കാർത്തിക്കില് അതെ, വായത്തെ വെള്ളം ഒലിക്കലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേത് എപ്പോഴും ഒന്ന് തുടച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ടവൽ എപ്പോഴും സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വെക്കേണ്ടി വരുന്നില്ല. പിന്നെ ഏറ്റവും ആയത് എനിക്ക് തോന്നുന്നു ഇരുന്നതാണ് നമ്മളെല്ലാവരും വളരെയധികം. അതെ, ആള് ഇരുത്തി കഴിഞ്ഞാൽ ആള് അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം. അതായത് ആൾക്കൊരു ശരീരത്തിനൊരു ഫോം ആക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു സംശയമുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് ആൾ ഇരുന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇനി നല്ലപോലെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാർത്തിക്കിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? കാർത്തിക്കിന്റെ ചികിത്സകള് കൂടുതലായിട്ടും ഡോക്ടർ സംസാരിച്ചോളില്ല. ട്രീറ്റ്മെന്റുകള് എണ്ണ തൊടാത്ത ചികിത്സകളായിരുന്നു. എണ്ണ തൊടാൻ പറ്റുന്ന ഒരു ശരീരമല്ല. അതുകൊണ്ട് എണ്ണ തൊടാത്ത കഷായധാരകള്, സക്രധാരകള്, ലേപനങ്ങള്. അപ്പൊ അതിന് പല മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോ സ്റ്റേജിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നസ്യങ്ങള്, ഒരു 6-7 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റുകള് ഒരു ദിവസം തന്നെ ആ ശരീരത്തിലേക്ക് എത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാഫുകളാണെങ്കിലും ഇതിനുള്ള സമയം, തെറാപ്പി സ്റ്റാഫുകളൊക്കെ ഇതിനുള്ള സമയം ബാക്കിയുള്ള ജോലികളുടെ ഇടയിലാണെങ്കിലും കൂടി അവരെങ്ങനെങ്കിലും സമയം കണ്ടെത്തി അതിനൊക്കെ ഓടി നടന്ന് എത്തിയിട്ടുണ്ട്. ഫുഡാണെങ്കിലും അതെ, ഞങ്ങള് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തത്. അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. ക്യാൻറ്റീൻ സ്റ്റാഫുകളാണെങ്കിലും ഒക്കെ അവര് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു ശ്രദ്ധ കൊണ്ട് അതിന്റെ മാറ്റം കുട്ടിയിലും കിട്ടിയെന്നുള്ളതാണ്. പിന്നെ സമയമെടുത്ത് നടത്തിക്കാനൊക്കെ തുടങ്ങി നമ്മൾ. അതായത് നടത്തിക്കാൻ എന്താ സെൻസ് ആള് കുറച്ചും കൂടി പരിസരവുമായിട്ട് ഇടപഴകാൻ തുടങ്ങി. ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളും പുറത്തേക്കൊക്കെ ഇറക്കി നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത്. അപ്പം ഒരു റൂമിലെ ചുമരിനേക്കാളും ആള് ഒന്ന് മനുഷ്യന്മാരോട് കുറച്ചും കൂടി ഇടപഴകാനൊക്കെ തുടങ്ങുകയും അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും കൂടി ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. ഇപ്പോഴും അതെ, ബ്രാഹ്മിക്ക് കണ്ടില്ലേ, ബ്രാഹ്മിക്ക് കുറച്ചു നേരം അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ബ്രാഹ്മിക്ക് നടക്കണം, പുറത്തു പോകണം. ഇപ്പൊ അതാണ്, റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കരച്ചിലാണ്. പുറത്തിറങ്ങിയ ഒരു കുഴപ്പമില്ല ആൾക്ക്. ഉൾക്കൊള്ളാൻ അത് ഉൾക്കൊണ്ട് തുടങ്ങി. മറ്റേതൊക്കെ അറിയില്ലല്ലോ, അവർക്ക് സന്തോഷം ഇതൊന്നും അറിയില്ല. ഇപ്പൊ പക്ഷെ അതിന്റെ സന്തോഷം നമ്മൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി അറിയാം. അത്രയും സന്തോഷത്തിലാണ് ആ കുട്ടികൾ. ഇങ്ങനെ പിടിച്ചിരുത്തുമ്പോ മാത്രമേ അതിന് വാശിയുള്ളൂ, അല്ലെങ്കിൽ അതിന് വാശിയില്ല. അങ്ങനെ അതൊക്കെ നല്ല മാറ്റങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാവും. അതായത് ഗ്രാമി വരുന്ന സമയത്ത് നമ്മള് അന്ന് സംസാരിച്ചിരുന്നു. അതായത് ആള് ഇതേപോലെ വായന വെള്ളരിക്കുന്നുണ്ടായിരുന്നു. നാക്ക് എപ്പോഴും കടിച്ചു പിടിച്ചോണ്ടായിരുന്നു, കട്ടിയുള്ള നാക്ക്. പിന്നെ തീരെ റെസ്റ്റ്ലെസ് ആയിരുന്നു, ഭയങ്കര റെസ്റ്റ്ലെസ്. അതായത് പെട്ടെന്ന് ജെർക്കി ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇൻവോളണ്ടറി ആയിട്ട് പെട്ടെന്ന് ചാടി ഒന്ന് ഇതായിട്ടിരിക്കും. അങ്ങനെ ആൾക്കാര് അവനവന്റെ ആൾക്കാരാണെങ്കിലും കടിക്കുക, പിടിക്കുക, വേദനിപ്പിക്കുക എന്നുള്ളൊരു തരത്തിലുണ്ടായിരുന്നു. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. അതേപോലെ അവനവന്റെ ഇമോഷൻസ് വല്ലാതെ ഒന്നും എപ്പോഴും നമ്മൾ കാണുന്ന ഇങ്ങനെ ചിരിച്ചോണ്ടുള്ള ഒരു മുഖമായിരുന്നു. അതിന്റെ ഉള്ളിൽ ചിരിയാണോ കരച്ചിലാണോ ദേഷ്യമാണോ ഒന്നും നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരൊറ്റ ഇമോഷൻസ് അത്ര വ്യക്തമായിട്ട് കാണുമായിരുന്നില്ല. ഇപ്പോ അതിലെല്ലാം നല്ലപോലെ വ്യത്യാസം വന്നു. പിന്നെ അതേപോലെ നടക്കണമെങ്കിൽ 2 പേരുടെങ്കിലും സപ്പോർട്ട് വേണമായിരുന്നു, കാല് ഫിക്സ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട്. അതേപോലെ എപ്പോഴും ഒരു ആന്റി എപ്പിലെപ്റ്റിക് മെഡിസിൻസിന്റെ മുകളിൽ ഡിപ്പെൻഡന്റ് ആണ്. ആ കുട്ടി ഉണ്ടായ സമയം തൊട്ട് എന്താ പറയാ ഫിക്സ് വരാതിരിക്കാനുള്ള മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം അതാണ് ഇതിലെ പ്രധാന ലക്ഷണം എന്നുള്ളത് കൊണ്ട് അതിനുള്ള മെഡിസിൻസിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഭയങ്കരമായ കഫക്കെട്ട് ഉണ്ടാവും, കഫക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നെബിലൈസ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു ഘട്ടമായിരുന്നു. അപ്പം വരുന്ന സമയത്ത് നമുക്ക് ഏറെ
ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഈ ആന്റി എപ്പിലെപ്റ്റിക്സ് മെഡിസിൻസ് ഒക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ പതുക്കെ അതിന്റെ എപ്പിസോഡ്സ് വരാൻ തുടങ്ങി. ഫിറ്റ്സ് പലതരത്തിൽ, ആദ്യത്തൊന്നും ഒരു ദിവസം ഉണ്ടായില്ല, പക്ഷെ പിന്നത്തെ ദിവസം 6 പ്രാവശ്യം വന്നു. പിന്നെ അതിന്റെ ചികിത്സകളും മരുന്നുകളും പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പതുക്കെ അതിന്റെ അതെ ഇത് വരുന്നു, ഒരു ഫിറ്റ്സ് വരുന്നു. അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് ആ കുട്ടിക്ക് ഉറങ്ങിയാലേ അതിന്റെ ഒരു ക്ഷീണം മാറുള്ളൂ. അങ്ങനെ ഒരു അപ്പൊ അത് വീണ്ടും കഫക്കെട്ട് കൂടുന്നു. അങ്ങനത്തെ ഒരു സീരീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ രാത്രി ഉറക്കമില്ല, രാത്രി ഒരു 4 മണി വരെയൊക്കെ ഇരുന്ന് നമ്മൾ വിചാരിക്കും കുട്ടി ചിരിക്കുകയാണെന്ന്, പക്ഷെ അത് ഈ സീഷേഴ്സിന്റെ തന്നെ മറ്റൊരു ലക്ഷണമായിട്ടായിരുന്നു. ആ ഒരു നമ്മൾ എന്താന്നല്ലാതെ ഇങ്ങനെ വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്നത് ചില സീഷേഴ്സിന്റെ ഒരു ലക്ഷണമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ രാത്രി ഒന്നും ഉറക്കമില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പിന്നീട് പതുക്കെ അതിലെല്ലാം മാറ്റം വന്നു തുടങ്ങി. അതെ, ആദ്യം ആ വരുന്ന സീഷേഴ്സിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു, അതിന്റെ ഫ്രീക്വൻസി എത്ര എണ്ണം വന്നിരുന്നു ഒരു ദിവസം എന്നുള്ളത് കുറഞ്ഞു. പിന്നെ രാത്രി ഇപ്പോ നല്ലപോലെ ഉറങ്ങാൻ തുടങ്ങി. കഴിഞ്ഞൊരു 3-4 ദിവസങ്ങളായിട്ട് സീഷേഴ്സിന്റെ ഒരു എപ്പിസോഡ് പോലും ഉണ്ടായിട്ടില്ല. അപ്പം അതിൽ തന്നെ പല രീതിയിലായിരുന്നു. ആദ്യം പ്രകടമായിട്ടുള്ള കണ്ണ് മേപ്പോട്ട് പോകലും, പുരികത്തിന് മുകളിൽ തുടിക്കലും, കൈകാലിട്ട് അടിക്കുന്നത് പോലത്തെ ലക്ഷണങ്ങളായിരുന്നെങ്കിൽ പതുക്കെ അതിന്റെ ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കുറഞ്ഞു വന്ന് ഇപ്പൊ ഏതാണ്ട് നില്ലുന്നുള്ള പോലെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതിനെ തുടർന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. നമുക്ക് എന്താ പറയാ, ഫോളോ അപ്പും കൂടി ഇതിൽ വളരെ പ്രധാനമാണ്. ചികിത്സ മാത്രമല്ല, ചികിത്സയെ തുടർന്നുള്ള ഫോളോ അപ്പ് വളരെ പ്രധാനമാണ്. മരുന്നുകളാണെങ്കിലും എങ്ങനെ പോകുന്നു എന്നുള്ളത്, എത്രമാത്രം കെയർ കിട്ടുന്നു എന്നുള്ളതൊക്കെ വലിയ ഘടകമാണ്. ഇപ്പൊ ആ കുട്ടിയിലുള്ള വ്യത്യാസം ഈ പറഞ്ഞതെല്ലാം, അതായത് റെസ്റ്റ്ലെസ്നെസ് കുറഞ്ഞു. കുറെ നേരം, അതായത് ഭയങ്കര, നമ്മൾക്ക് ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും, അയ്യോ എപ്പോഴും ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ല ഇപ്പം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ അത് ആ കുട്ടി ഇവോൾവ് ചെയ്യുന്നതാണ് എന്നാണ് നമ്മുടെ ഒരു, അതായത് ആ കുട്ടി ഒന്നും കൂടി ഒതുങ്ങിയിരിക്കാൻ തുടങ്ങി, റെസ്റ്റ്ലെസ്നെസ് കുറഞ്ഞു. ആകെ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ, അതായത് വിശപ്പ് വരുന്നു എന്നൊക്കെ മുമ്പ് അങ്ങനത്തെ ഒന്നും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയായിരുന്നില്ല. അപ്പൊ ഇപ്പൊ വിശന്നു കഴിഞ്ഞാൽ തീരെ സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ ആൾക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയ മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ കരഞ്ഞു തുടങ്ങി, ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിച്ചു തുടങ്ങി, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്ത് സാധാരണ കുട്ടികളിൽ നമ്മൾ കാണുന്ന പോലത്തെ വാശി പോലത്തെ ലക്ഷണങ്ങൾ, അങ്ങനത്തെ എല്ലാം ഒരു സാധാരണ ഒരു ഇതിലേക്ക് വന്നു തുടങ്ങി. പിന്നെ കുറച്ചും കൂടി അറ്റൻറ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ, അതായത് ആളുടെ മൂടും കൂടി അനുസരിച്ച് ശ്രദ്ധിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ ആന്റി എപ്പിലെപ്റ്റിക് മെഡിസിൻസിൽ നിന്നുള്ള ഒരു നമുക്ക് അത് ഒഴിവാക്കാൻ ഇപ്പോൾ നിലവിൽ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നു. അതേപോലെ നടക്കുമായിരുന്നെങ്കിൽ ഇപ്പോ ഒരാളുടെ ഒരു സഹായം മതി. പിന്നെ മുൻപ് കാലങ്ങനെ പതിപ്പിച്ച് വെച്ചായിരുന്നില്ല, ഇപ്പം ഓരോ കാലായിട്ട് മാറി മാറി പതിപ്പിച്ച് വെക്കാൻ പറ്റുന്നുണ്ട്. ബ്രാഹ്മി തനിച്ച് ആൾക്ക് ആ പുതിയ വാക്കറുമായിട്ട് ഒന്നും കൂടി അഡ്ജസ്റ്റ് ആവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഒരാൾ ഒരു സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ പതുക്കെ വെച്ച് കാല് വെച്ച് നടക്കാൻ വേണ്ടിട്ട് നോക്കും. തനിയെ പൊക്കി, അതെ പൊക്കി വെക്കുന്നത് ഓരോ കാലായിരുന്നു. മറ്റത് കാലിന്റെ അവിടെ ഒരാൾ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, അരക്കെട്ടിന്റെ സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. ഷോൾഡറും പിടിച്ച് 2 ആൾക്കാർ മെനക്കെട്ടാലാണ് ആ കുട്ടി നടക്കുക. ആദ്യമൊക്കെ വന്നപ്പോ ഞങ്ങൾ അങ്ങനെ 2 ആള് മെനക്കെട്ട് നടന്നു. ഇപ്പൊ ആ കുട്ടിക്ക് ജസ്റ്റ് ആ ഷോൾഡറിൽ ഒരു ഷോൾഡർ സപ്പോർട്ട്, അരക്കെട്ടൊന്നും കൂടി ഉറച്ചിട്ടുണ്ട്, വെച്ച് നടക്കും. ഷോൾഡർ സപ്പോർട്ട് അത് ഹിപ്പിന്റെ പൂർണ്ണമായിട്ടില്ല, നമ്മള് വർക്കും പൂർണ്ണമായിട്ടില്ല. ഓക്കെ. ഇപ്പം ഈ കാർത്തിക്കിന്റെയിലും ബ്രാഹ്മിന്റെയിലും ട്രീറ്റ്മെന്റിനിടയിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. സീഷേഴ്സ് പ്രധാനമായിട്ടും ബ്രാഹ്മിയിൽ തന്നെയാണ് കൂടുതൽ. ബ്രാഹ്മിൻ സ്റ്റാർട്ടിങ്ങിൽ ആ സീഷേഴ്സ് വന്നിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്തു. നമ്മളത് മാനേജ് ചെയ്ത് പറയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ടു. അതാണ് നമുക്ക് ഏറ്റവും അത് മാത്രമല്ല, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള ഒരു സൗകര്യം. മുമ്പ് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയും മൂവി ആണെങ്കിലോ ആ കുട്ടീനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അമ്മയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു. നിങ്ങൾക്കറിയില്ല, നമ്മൾ വീഡിയോയിലെല്ലാം കണ്ടാ. ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് ആ കുട്ടീനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് അമ്മയ്ക്ക് എങ്ങടേലും മൂവി കാണിച്ചു. ഈവൻ അറ്റ്ലീസ്റ്റ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് ബാത്റൂം പോയി വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. അതന്നെ നമുക്ക് ഏറ്റവും അവിടെ ഇരിക്കും, എങ്ങനെയും പോവാ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. നമുക്കങ്ങനെ ട്രീറ്റ്മെന്റിനോടൊന്നും അത്ര സഹകരിച്ചു തുടങ്ങിയ മടുത്തു തുടങ്ങിയിട്ട് ഉണ്ടാവും. കുറച്ച് ദിവസമായല്ലോ. സാധാരണ കുട്ടികളുടെ പോലത്തെ ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കും, മനസ്സിലായി തുടങ്ങി. ഈവൻ ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിയാൻ ആവുമ്പോ കുട്ടിക്ക് അറിയാം ഇത് കഴിയാനായി. അപ്പോഴേക്കും കുട്ടി കരച്ചിൽ നിർത്തും, ഓക്കെ ആവും, ആളെ ഓക്കെ ആവും. അതേപോലെ മെഡിസിൻ കൊണ്ടുപോകുമ്പോ, അപ്പൊ ഈവൻ കാർത്തിയാണെങ്കിലും നമ്മള് മെഡിസിൻ കൊണ്ടുപോകുമ്പോ ആൾ തലതിരിക്കും. അവർക്കത് ദേഷ്യം കാണിക്കും. കൊണ്ടുപോകുന്ന സമയം അറിയാം.
ആളെ വെറുതെ പുറത്തേക്ക് നടത്താൻ ഇറങ്ങുമ്പോൾ അറിയാം ആ സമയത്ത് പ്രശ്നമില്ല. ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും അതെ, മറ്റേ മെഡിസിൻ കൊണ്ടുവരികയാണെങ്കിലും അതെ, അത് അയാൾക്ക് ഇഷ്ടമല്ല, അത് അയാളുടെ മുഖത്തുനിന്ന് പ്രകടിപ്പിക്കും. അതൊക്കെ സന്തോഷമല്ലേ. ഓക്കെ. ഇനിയിപ്പം ബാക്കി എങ്ങനെയാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഡിസ്ചാർജ് ആയി പോവാണല്ലോ. നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു 1 മന്ത് കോഴ്സിന് നമ്മളൊരു മെഡിസിൻ കൊടുത്തു വിടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്ത് 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ട്രീറ്റ്മെന്റ് എടുക്കുക. അത് നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവരെ മുന്നോട്ട് ഇനി എത്രത്തോളം എന്നുള്ളതൊക്കെ ഞങ്ങൾ ഏകദേശം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാന്നുള്ളതും ഞങ്ങളതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രാവശ്യം അഡ്മിറ്റ് ആകുമ്പോഴേക്കും എന്ത് മാറ്റമാണ് വേണ്ടത്, അത് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യണം, ഇതൊക്കെയും പ്ലാൻഡ് ആണ്. നമുക്ക് അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് വരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. നമുക്കത് ധൈര്യമായിട്ട് പറയാം. ചലഞ്ച് ഉണ്ട് ഇതില്. ചലഞ്ചസ് ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ നമ്മുടെ ഫുൾ കൺട്രോളിൽ ഉണ്ടായിരുന്ന 2 കുട്ടികളാണ്. നമ്മളെ മരുന്നുകൾ കൊണ്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇനിയിപ്പോ അവർ വീട്ടിൽ പോകുമ്പോൾ അതൊരു വലിയ ചലഞ്ചാണ്. കാരണം അമ്മയ്ക്ക് ഇപ്പൊ ഇവിടെ ആയിരുന്നപ്പോ ഇവരുടെ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. വീട്ടിലാവുമ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മുടെ കൺട്രോളിലുള്ളതല്ല. പലപ്പോഴും അതാണ് നമുക്ക് വലിയൊരു വെല്ലുവിളി ആവുന്ന ഒരു ഘടകം. അപ്പൊ അതിലെങ്ങനെ ഫോളോ അപ്പിൽ കൃത്യമായിട്ട് പുറകിലേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മുൻപോട്ട് പോവുകയാണെങ്കിലോ കൃത്യമായി നോട്ടീസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് 2 കൂട്ടരുടെയും ഭാഗത്ത് കിടക്കുന്ന ഒരു ഉത്തരവാദിത്തം. ഇപ്പം ബ്രാഹ്മിയില് ഫസ്റ്റ് കണ്ട ഒരു മാറ്റം എന്തായിരുന്നു? നാവ് കടിച്ചോണ്ടിരുന്ന എപ്പോഴും നാവ് പുറത്തായിരുന്നു. അതേപോലെ എപ്പോഴും വായന വെള്ളം. ഇപ്പൊ നാക്ക് കടിക്കലും ഏതാണ്ട് പല്ല് കടിക്കുന്ന സ്വഭാവം, പല്ല് കടിക്കലും ഉണ്ടായിരുന്നു. അത് 2 ഇപ്പൊ ഏതാണ്ട് നില്ല് തന്നെ പറയാം. അതും വായന്ന് വെള്ളമൊലിക്കുന്നതും ഒക്കെ ഏതാണ്ട് നില്ലായിട്ടുണ്ട്. ഭയങ്കര കഫക്കെട്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു അതായിരുന്നു. ഫിക്സ് ഇളകുന്നു, കഫക്കെട്ട് കൂടുന്നു, ശ്വാസം തടസ്സം ഉണ്ടാവും. അതായത് ഏതാണ്ട് ഇപ്പം എനിക്ക് നെബുലൈസേഷൻ അതൊരു റൊട്ടീൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന എപ്പോഴും, അതായത് ഈവൻ വീക്സ് ഔട്ട് ആൻഡ് ഇൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഇപ്രാക്ടിക്ക് നമ്മള് അത് നമുക്ക് വേഗം ഡ്രൗസി ആണോ എന്നുള്ളത് തോന്നും. പക്ഷെ പല ചികിത്സകൾ പോയതിന്റെ ക്ഷീണം കാര്യങ്ങളുണ്ടാവാം. നല്ലൊരിക്കൽ അതായത് ചികിത്സയുടെ ആ കാലഘട്ടം തന്നെ അവർ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയും കൃത്യമായ പഥ്യത്തോടു കൂടി ഭക്ഷണങ്ങളും ജീവിത രീതിയും മാനേജ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എവിഡന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാണാൻ കഴിയും. ഇപ്പം ഗീത ചേച്ചി നേരത്തെ പറഞ്ഞു ബ്രാഹ്മിക്ക് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു കയ്പുണ്ടല്ലോ, അപ്പൊ ആൾക്ക് അത് ഇഷ്ടമില്ല. അപ്പൊ ഇവര് ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. അവർക്ക് എല്ലാ ടേസ്റ്റും അറിയാം, അവർക്ക് എല്ലാ സമയവും അറിയാം, അവർക്ക് വരുന്ന ആൾക്കാരെ അറിയാം. അത് ഡോക്ടർമാരാണെങ്കിൽ അങ്ങനെ മരുന്ന് കൊടുക്കാനല്ല വരണേന്ന് അവർക്ക് അറിയാം. പക്ഷെ ചേച്ചിമാരാണെങ്കിൽ അവർ മരുന്ന് കൊടുക്കാൻ വരികയാണെന്ന് അറിയാം. അവരോടുള്ള പെരുമാറ്റം വേറെയാണ്, ഞങ്ങളോടുള്ള പെരുമാറ്റം വേറെയാണ്. അവർക്ക് ആൾക്കാരെ തിരിച്ചറിയാം. അവരൊരു മനുഷ്യക്കുട്ടിയാണ്. അതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഓക്കെ. എന്ത് തോന്നുന്നു? ഒരു വലിയൊരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു ശരിക്കും പറഞ്ഞ ഹാഫ് സക്സസ് ആണ്. അപ്പം എന്ത് തോന്നുന്നു? ഇതുവരെയുള്ള മാനേജ്മെന്റ് നമ്മൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി ഭാവിയുടെ കാര്യം നമ്മുടെ മാത്രം കയ്യിലുള്ളതല്ല. പലതരത്തിലുള്ള ഇനിയും ഈ ചലഞ്ച് നിൽക്കുന്നില്ല. ആ വെല്ലുവിളി ഒരു ഘട്ടം വരേക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാവുന്നത് വരേക്കും അത് തുടരുക തന്നെയാണ്. അപ്പൊ അതിൽ എത്രമാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, പുറകിലേക്ക് പോവാതെ അവരെ ഒരു നോർമൽ, അതായത് ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് പതുക്കെയാണെങ്കിലും സ്ലോ ആണെങ്കിലും അത് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ അവർക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആയുർവേദത്തിനായിട്ടുള്ള രീതിയിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ. ഡോക്ടർ എന്ത് തോന്നുന്നു ഈ ഒരു സമയം? ഇവിടെ സന്തോഷം. ബേസിക്കായിട്ട് ഇവരുടെ ടീം എഫേർട്ടാണ്. ഞാൻ അതിന്റെ ഒരു മുന്നിൽ നിന്ന് തണൽ പദ്ധതിന്റെ ഒരു ഇത് എടുത്തേ ഉള്ളൂ. ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് ഫുള്ളി ടീമിന്റെയാണ്. നമ്മള് ടീമിന്റെ ഭാഗമാണെങ്കിലും കുറച്ചുകൂടെ ഇന്റേണലി ഇവിടെ വർക്ക് ചെയ്യുന്നവരും ഇന്റേണലി ഇവിടെ 24/7 ഇരിക്കുന്ന ഡോക്ടേഴ്സാണ് ഇവര്. അപ്പോൾ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അതിന്റെ എക്സിക്യൂഷൻ, അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളൊക്കെ പറയേണ്ടത്. പലപ്പോഴും ഞാൻ ആൻസറബിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, വൈ യു ഗിവിങ് ഫോട്ടോസ് വിത്ത് ദെയർ കിഡ്സ്? ആൻസർ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരിക്കലും ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നമ്മൾ അവരുടെ പാരൻസിന്റെ സപ്പോർട്ടും പാരൻസിന്റെ ഒരു റെക്കമെൻഡേഷനും കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിനാരിയോയ്ക്ക് പോകുന്നത്. അപ്പോൾ എവിഡന്റ് റിസൾട്ട് കാണുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അതിനൊരു സമ്മതം തന്നത്. അവരുടെ മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് കണ്ടിട്ടുള്ള ആൾക്കാർ
നിങ്ങളുടെ വ്യൂവേഴ്സ് തന്നെ ഉണ്ട്, കേരളത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത് മാത്രമേ ഇതുള്ളൂ. അല്ലാണ്ട് ഇതിൽ ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ അവരെ വെച്ച് വേണം എന്നുള്ളൊരു കാര്യമില്ല. അത് ഞാൻ ക്ലാരിഫൈ ചെയ്താണ് ഇവിടെ കൊണ്ട്. പലപ്പോഴും ഞാൻ അതിന് ആൻസറബിളുള്ള കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ, അപ്പോൾ അതിപ്പോൾ ഇവിടെ തീർക്കുകയാണ്, ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ ഒരു മിഷൻ അക്കംപ്ലിഷ് ആയപ്പോൾ ഒരു ഫീൽഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഒന്നത്. രണ്ടാമത്തെ കേസ് ഇത് 24/7 വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ ഇരിക്കുന്നതൊക്കെ. പലപ്പോഴും രാത്രിയും പകലും ഇല്ലാണ്ട് പല ടെക്നിക്സ് മാറ്റിയും അതുപോലെ ടീംസ് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ വേറെ ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് ചോദിച്ചു. അങ്ങനെ ഒരു 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 ടീം വർക്കായിട്ട് പുറത്തെ കാര്യങ്ങൾ ഒന്നും ഇവര് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എവിടെയും കാര്യമായിട്ട് പോയിട്ടില്ല ഈ ടീമുകളൊന്നും. ഈ ഒരു ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ക്ഷേമം കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ അവർക്ക് അപ്ഗ്രഡേഷൻസ് കൊണ്ടുവരാൻ പറ്റും, അവരുടെ റിസൾട്ട് എങ്ങനെ മാറ്റാൻ പറ്റും, അതിനുവേണ്ടി 24/7 ഇങ്ങനെ തലപുകച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ അവരുടെ എഫേർട്ടിന് എന്തായാലും കൈയടിച്ചേ പറ്റൂ. അതാണ് ഒന്നത്തെ കാര്യം. ആ എഫേർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടേക്ക് വീണ്ടും ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഫെബ്രുവരി വരെ ഇവിടെ റൂമില്ല, ഇവിടുത്തെ ഒറ്റ റൂമില്ല. കാരണം അത് ഈ ഇവരുടെ എഫേർട്ട് പുറത്തു വന്നുകൊണ്ടാണ്, ഇവരുടെ എഫേർട്ട് നെറ്റ് റിസൾട്ട് ആയിട്ട് പുറത്തു വന്നുകൊണ്ടാണ്. കുറെ പേഷ്യൻസ് മോർ ദാൻ ഇപ്പോൾ ബ്രാഹ്മി കാർത്തി എന്നുള്ളൊരു കേസല്ല, അല്ലാതെ തന്നെ CP പോലുള്ള പല പല കേസുകൾ, ഡിഫറെന്റ് പാർക്കിൻസോൺസും പോലുള്ള പല പല കേസുകളൊക്കെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവർക്ക് എത്രയാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേ ഇമ്പോർട്ടൻസ് ഈ വരുന്ന എല്ലാ പേഷ്യൻസിനും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെടുക്കുന്ന എഫേർട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ കൈയടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കും അതില് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരാളെ കൂടി വിടുമ്പോഴുള്ള സമാധാനം എന്ന് പറയുന്ന പോയിന്റ് ആണത്. തണൽ എന്ന് പറഞ്ഞ പദ്ധതിയുടെ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഈ ടീം ബാക്കിലുള്ളതാണ്. അപ്പൊ അതിന് ഈ ടീമിനാണ് ശരിക്കും പറഞ്ഞാൽ കൈയ്യടി കൊടുക്കുന്നത്. ഡോക്ടർ, എങ്ങനെയുണ്ടായിരുന്നു ബ്രാഹ്മിയും കാർത്തിക്കുമായിട്ടുള്ള ഇത്രയും ദിവസങ്ങൾ? എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്? നമുക്ക് വലിയൊരു ഭാരം തന്നെയായിരുന്നു ആദ്യം. കാരണം ഒന്നാമത് മീഡിയ അറ്റൻഷനുള്ള ഒരു ഇതാണ്, വലിയൊരു ചലഞ്ചാണ്. ചാലഞ്ച് തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ ശാസ്ത്രത്തിൽ സത്യമുണ്ട്, ഇതൊന്ന് മാറ്റം വരുത്താൻ പറ്റും നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് ഉയരാൻ പറ്റുമോ, അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവാം, ഡൗട്ടുകൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് അത് എത്തിക്കണം, അങ്ങനെ ഒരു ഭാരം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ടീമും, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവര് സ്വന്തം മക്കളോടുള്ള പോലെ വാത്സല്യത്തോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പം എന്താ പറയാ, ഒരു സന്തോഷമുണ്ട്. സന്തോഷം, ഇവർക്ക് ഇത്രയും ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലോ, അതില് 100% സക്സസ്ഫുൾ ആണ് ഇതുവരെ. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും റോഷ്നി മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. പിന്നെ അത് മാത്രല്ല, അതായത് ആയുർവേദത്തിൽ ഇതിനൊക്കെ ചികിത്സ ഉണ്ട്, സാധ്യതകൾ ഉണ്ട് എന്ന് ഇതിനൊരു മീഡിയ അറ്റൻഷൻ കൂടി കിട്ടിയോണ്ടാണ് നമുക്കത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എത്തിയത്. കേരളത്തിൽ മാത്രമല്ല പുറത്തും, യൂട്യൂബിന്റെ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്നതാണല്ലോ. അപ്പൊ പുറത്തും നമുക്കത് എത്തിക്കാൻ പറ്റി. അങ്ങനത്തെ ഒരുപാട് കേസുകളാണ് അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ അടുത്തുണ്ടായിട്ട് പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ ആയുർവേദത്തിൽ ഇങ്ങനെ സാധ്യതകളുണ്ട്, അതേപോലെ ഇവിടെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരാണ് വരുന്നത് ഈ ഒരു ഇങ്ങനെ കണ്ടിട്ട്, അതായത് ന്യൂസ് കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ആയുർവേദത്തിൽ ഇതിന് സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെ അവർക്ക് കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അത് അത്രയും വലിയതായിരിക്കും. ഭയങ്കര സന്തോഷം തന്നെയാണ് തോന്നുന്നത്. ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവര് വന്നപ്പോൾ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഇനി കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പായും. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഡെയിലി ഇതുപോലെയുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഈ അടുത്ത സ്ഥലത്തുനിന്നും കേരളത്തിൽ നിന്നും ഒട്ടാകെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മളുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ ടീം വർക്കും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഒരുപാട് പ്രേക്ഷകര് കാണാൻ കാത്തിരുന്നൊരു ദിവസമാണ്, ഒരു വീഡിയോ ആണ് ഇത്. പേടിയുണ്ടായിരുന്നോ? പേടി ഒരിക്കലും ഉണ്ടായിരുന്നില്ല, വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ എല്ലാവരുടെയും എക്സ്പെക്ടേഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ. പാരന്റ്സ് ചെറിയൊരു ചേഞ്ചിനെ പോലും അവരത് നോട്ട് ചെയ്യുന്നുണ്ട്. അതെ വലിയൊരു അതെ അതെ അവരുടെ നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു ചേഞ്ച് പോലും അവർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് അത്രയും
കീനാണ് അവരെ കുട്ടികളുടെ മെച്ചപ്പെടുത്തുന്നതിന് കാര്യത്തിൽ. അതായത് ഒരു അതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവർ നമ്മളെടുത്തിട്ടുള്ള എഫേർട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വന്നിട്ടുള്ള ചെറുതാണെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലിയതാവാൻ സാധ്യതയുള്ള ഓരോ മാറ്റങ്ങളെയും അവർ അംഗീകരിക്കുന്നുണ്ട്. അവരാൽ പറ്റുന്ന പോലെ അവർ പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ അതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. അവര് ഒരു സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. ഇപ്പം ബ്രാഹ്മിൻ കാർത്തിക്കും ഇങ്ങോട്ട് വന്നൊരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് 21 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇതൊരു മിറാക്കിൾ അല്ല, ഇത് ഒരു സയൻസാണ്, ശാസ്ത്രമാണ്. ഇതൊരു മിറാക്കിൾ അല്ല, അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്. പക്ഷെ ഇതിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊരു ശരീരത്തിന്റെ മുകളിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള സത്യത്തെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം നമുക്ക് തീർച്ചയായും കിട്ടും. പക്ഷെ അത് തുടർന്നുകൊണ്ട് പോകാന്നുള്ളത് അതിന്റെ പഥ്യവും അതിന്റെ ആഹാരവും അതിന്റെ ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കും. കുട്ടികൾക്ക് വരാൻ ഇനി എന്നുവെച്ചാൽ സാധാരണ ജീവനുള്ള ഏതൊരു ജീവനുള്ള വസ്തുവിനെയും പോലെ തന്നെ ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം, ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഇതെല്ലാം ഇവരുടെ വരാൻ പോകുന്ന മാറ്റങ്ങളിലൊക്കെ ഒരു ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കും ശരിക്കും അവരുടെ ഒരു നമുക്കൊരു ഒരിക്കലും ഒരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അവരുടെ. അപ്പൊ നമുക്ക് മുഴുവനായി എന്നൊരിക്കലും പറയാനാവില്ല. നമ്മൾ ചെയ്തത് മുഴുവനായി എന്നൊരിക്കലും പറയാനാവുന്നില്ല. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. കാർത്തികിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ 23 കൊല്ലത്തോളം ആ രോഗം പ്രോഗ്രസ് ചെയ്തു. അത് പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഏട്ടൻ മരണപ്പെട്ടത് 24 വയസ്സിലൊക്കെയാണ്. അത്ര മോശം സ്റ്റേജിലാണ് നമ്മൾ ഫസ്റ്റ് ഇടപെടുന്നത്. അപ്പൊ എത്ര ദൂരം പിന്നിലോട്ട് നടക്കാനുണ്ട്, അത്ര ആ വയസ്സിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ രോഗത്തിന്റെ പ്രോഗ്രഷനനുസരിച്ചുള്ള ദിവസങ്ങൾ പോലും എടുത്തിട്ടില്ല ഇപ്പൊ ചികിത്സക്ക്. അതും കൂടി മനസ്സിലാക്കണം. അപ്പം നമുക്ക് ഇനിയും കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്, എവിടെയും പൂർണ്ണമാവുന്നില്ല. നമുക്ക് ഈ യാത്രകൾ തുടരേണ്ടതാണ്. ഇങ്ങനെയുള്ള കുറെ യാത്രകൾ ഞങ്ങൾ തുടങ്ങി വെച്ചതുണ്ട്, അതൊക്കെയും പൂർത്തീകരിക്കേണ്ടതാണ്, പണിയെടുക്കാനുണ്ട്. നന്ദി പറയേണ്ട കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ സക്സസ് ആയ കേസുകളായിരുന്നു ഞങ്ങളുടെ കോൺഫിഡൻസ്. അതെ, ഞങ്ങൾ ഇതേപോലെ സക്സസ്ഫുൾ അവരെ കേസുകളും ചെയ്തു. അതേപോലെ കുട്ടികളുടെ ഫോളോ അപ്പിന് വന്നപ്പോ പേരൻസിനെ കൊണ്ടുപോയി അവരെ കാണിക്കുകയും ചെയ്തു. അതേപോലെ എത്ര മാറ്റം വന്നോളൂ. ഇതിലും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി വന്ന് അവരിപ്പോ ഏകദേശം ഓക്കെ പേരൻസിനെയും കുട്ടീനെയും കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. പാരൻസിനൊരു കോൺഫിഡൻസ് വേണമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു മുന്നോട്ട് ചിന്തിക്കാനുള്ള ഇത് വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതും ചെയ്തു. എല്ലാം കൊണ്ട് നമുക്ക് പറ്റുന്ന എല്ലാതരം കോൺഫിഡൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈവൺ നമ്മൾ ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാ സ്റ്റാഫും ഇവരെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റാഫും ഇവിടെ വരുമ്പോ നോക്കാറുണ്ട്. എല്ലാവരും ഞങ്ങളെക്കാൾ കൂടുതൽ ഇവരെ മാനേജ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ തെറാപ്പി സ്റ്റാഫുകളാണ്. ലേഡീസ് സ്റ്റാഫുകളില്ല, അവര് വീട്ടിൽ പോയി അവരാണ് ശരിക്കും നാളെ നിങ്ങൾ എപ്പോഴാണ് സമയം കിട്ടിച്ച് അവര് കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങള് അറ്റൻഡ് ചെയ്തതിനൊക്കെ കൂടുതൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും. അതായത് സ്വന്തം കുട്ടിയെ നോക്കുന്ന പോലെ. അതെ, ഓരോ ചെറിയ മാറ്റങ്ങൾ അത് അമ്മ മനസ്സിലാക്കുന്ന പോലെ അവര് മനസ്സിലാക്കി തുടങ്ങി. ഇവർക്കും ഈ കുട്ടികൾക്കും അവരെ കാണുമ്പോഴുള്ള റിയാക്ഷനുകളും. ഫസ്റ്റ് കരഞ്ഞത്, അതായത് ശരിക്കും കരഞ്ഞത് നമ്മുടെ എന്നുവെച്ചാൽ അവൾക്ക് എന്തോ ഒരു വിഷമം വന്നപ്പോൾ അവളുടെ അമ്മയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള അവരൊക്കെ തട്ടിമാറ്റി, അവരൊന്നും അല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കരഞ്ഞത്. അത്രയും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ മേല് ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്. 2 മണിക്കൂർ ഇടവിട്ടായിരുന്നല്ലോ ബ്രാഹ്മിയുടെയും കാർത്തിക്കിന്റെയും ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഒരു ദിവസം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും ട്രീറ്റ്മെന്റുകൾ കുട്ടികൾ വിസ്റ്റാൻഡ് ചെയ്യുമോ, എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് നമുക്ക് നോക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച ലൈനിൽ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ലേപനം പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ, ഒരുപാട് ട്രീറ്റ്മെന്റിന്റെ എണ്ണം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 7 or 8 ട്രീറ്റ്മെന്റുകൾ ഞങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ കറക്റ്റ് ടൈമിൽ മെഡിസിൻസും പോകുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ സമയത്തും ഞങ്ങളുടെ ഒരു അറ്റൻഷൻ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത സമയത്ത് ഡോക്ടറിന്റെ വിസിറ്റും. അതെ, ഈ രണ്ടും അല്ലാതെ ഏതെങ്കിലും ഒരു സമയം അങ്ങനെ ഒരു ഫുൾ പാക്കേജ് പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കുന്നവര് എല്ലാവരും അവരെ അറ്റൻഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു.
പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അകത്ത് കയറാൻ പറ്റാത്തുള്ളൂ. നമ്മുടെ ആൾക്കാർ എപ്പോഴും എപ്പോഴും 24 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റാഫോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ അത് ഈ എപ്പോഴും അവരുടെ റൂമിൽ ഒരാളുടെ കേസിലല്ല അവൈലബിൾ കേട്ടോ. ആയിരുന്നു. ഒരാളുടെ കേസല്ല, അതെ. ഇവിടെ ഉള്ള ഭയമായിരിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ചികിത്സ കഴിഞ്ഞിട്ട് അവർ പകരം കിടന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളെന്നല്ല വലിയവർക്ക് പോലും ചികിത്സ കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത. അപ്പോൾ അത് എന്താ പറയാ, വലിയവരിൽ പോലും നമുക്കൊരു പ്രതിബന്ധമായിട്ടുള്ള ഒരു ഘടകം. അത് ഒഴിവാക്കാൻ കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള വളരെ ചെറിയ തരത്തിലുള്ള ചികിത്സ, എണ്ണത്തിൽ 7-8 ഉണ്ടാവാം. പക്ഷെ കുട്ടികൾക്ക് ഭാരമാവാത്ത രീതിയിൽ അവരുടെ ആരോഗ്യം വളരെ തളരാത്ത രീതിയിലുള്ള ചികിത്സ മൈൽഡായിട്ടുള്ള ചികിത്സകളിൽ അവരെ എൻഗേജ് ചെയ്തിരിക്കുക, അവരെയും അവരുടെ റൂമിലുള്ള ആൾക്കാർ അതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടായിരുന്നു സ്റ്റാഫിന്റെ ഭാഗത്ത്.